കാവിലും കണ്ടില്ല ദേവി ശ്രീദേവി. എന്താന്ന് പണി? ഞാന് പെങ്ങോടക്ക് വന്ന അപ്പൊ ചവരി ഒന്ന് വെച്ചു വിട്ടാനേ. പിന്നെ നമ്മുടെ ആലൂരിലത്തെ ചേച്ചി വന്നിട്ടുണ്ടോ, ബേബി ചേച്ചി വന്നിട്ടുണ്ട്. ബേബി ചേച്ചി മോനെ കൂട്ടി വരാൻ വിചാരിച്ചതാണ്, വരാൻ പറ്റില്ല. അപ്പൊ ബേബി ചേച്ചി അഭിനയിക്കാൻ അത്രയും ആഗ്രഹത്തോടെ വന്നതാണ്. അപ്പൊ ബേബി ചേച്ചി ഇപ്പൊ 2 ഷൂട്ട് ഇപ്പൊ നമ്മൾ എടുത്തല്ലോ. വേറെന്തോ കല ഉണ്ട് അതിന്റെ ശേഷം എടുക്കാൻ വന്ന കല ബേബി ചേച്ചി എന്നോട് പറയാനേ സത്യമായിട്ട് ഞാൻ നുണറിയില്ല. മക്കളെ എല്ലാരോടും നമ്മുടെ ബേബി ചേച്ചി നന്നായി പാടും. കേൾക്കല്ലേ? നമുക്ക് ബേബി ചേച്ചി വിളിക്കട്ടെ. അപ്പൊ എല്ലാരും കേട്ടോളി, എല്ലാരും കണ്ടോളി. ബേബി ചേച്ചി വിളിക്കാൻ പോവാണ്. ബേബി ചേച്ചിയെ ഇവിടെ വരി, ഇവിടെ വരി. നമ്മളെ ബേബി ചേച്ചി, ബേബി ചേച്ചി ഇതാണ് ബേബി ചേച്ചി. അപ്പൊ ബേബി ചേച്ചിയാ 2 പാട്ടാണ് പാടി കൊടുത്താൽ ഇവർക്ക്. 2 പാട്ട് പാടിക്കാണേ. പാടി ഉറക്കായ താമരപ്പൂം പൈതലേ കേട്ടു കേട്ടു നീയുറങ്ങും കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ ആരിരാരിരാരിരോ ആരിരാരിരാരിരോ. വളരെ നന്നായിക്കണേ. അപ്പൊ പാടില്ല. ഇനി വേറെ പാട്ട് വേറെ പാട്ട് പാട്ട് കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. പാട്ടൊന്നും പഠിച്ചിട്ടില്ല. എന്നിട്ടും ചോദിച്ചോ, അത് ബേബി ചേച്ചിനോട് തന്നെ ചോദിച്ചോക്കാം. ചേച്ചി നിങ്ങള് പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ലാത്തപ്പോ എങ്ങനെയാണ് കേട്ട് പഠിക്കണ? ശരിയാ. വേറെ 2 പേര് അങ്ങോട്ട് തോളി, അങ്ങോട്ട് ഇവിടെ ഇതാ. വേറെ 2 പേരും കൂടി പാടാൻ പറ്റുമോ? തേടി വരുന്നു ഞാൻ നിന്റെ വാലയവാതിൽ തേടി വരുന്നു ഞാൻ അമ്പലനടയിലും കണ്ടില്ല നിന്നെ അറിയാൻ തറയിലും കണ്ടില്ല ആശ്രമവനത്തിലും അന്തപുരത്തിലും അല്ലിപ്പും കാവിലും കണ്ടില്ല ദേവി ശ്രീദേവി. അപ്പൊ ഇപ്പൊ അതിമായ എനിക്ക് ഈ പാട്ട് 2 പാട്ട് നന്നായിക്കണേ. പക്ഷെ എനിക്ക് ഈ പാട്ട് ഒന്നും കൂടി ഭയങ്കര ഇഷ്ടം. എനിക്ക് പറയാനുള്ള എന്തോ, ഇത് കാണുന്ന നിങ്ങൾ ഇത് പ്രോത്സാഹനം കൊടുക്കുക. ഇങ്ങനെയുള്ള കലാകാരന്മാരെ നമ്മള് കഴിവുള്ള നമ്മളിതില് രംഗത്ത് കൊണ്ടുവരണം. എനിക്ക് അത്രേ പറയാനുള്ളത്. എന്തായാലും നിങ്ങള് കുഴപ്പമില്ല, വളരെ നല്ല പാട്ട്. എന്താ നല്ല നല്ല അവസരങ്ങൾ കിട്ടട്ടെ. ആ എനിക്ക് പറയാനുള്ളത്. ഇത് പലരും കാണുന്നതല്ലേ. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങള് കഴിവിനനുസരിച്ച് അവസരം കിട്ടണം. ബേബി ചേച്ചി ഇവിടുന്ന് ആലൂരിന്നാണ് വരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച വരണിച്ചിട്ട് അന്ന് ബേബി ചേച്ചിക്ക് വരാൻ പറ്റില്ല. ഈ ഞായറാഴ്ച ഇപ്പൊ വന്നതെന്ന് വെച്ചാൽ ബേബി ചേച്ചിക്ക് അഭിനയിക്കാനുള്ള താല്പര്യം കാരണമാണ്. ബേബി ചേച്ചിന്റെ മകൻ പാട്ട് എന്തായാലും പാട്ട് ഇപ്പൊ എല്ലാരും കേട്ടതല്ലേ. ബേബി ചേച്ചിന്റെ മകനക്കും താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ മകനക്ക് എന്തോ കാരണത്താൽ വരാൻ പറ്റില്ല. പിന്നെ ഇനി ഇത് കാണാൻ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ബേബി ചേച്ചിനെ കൊണ്ട് ഒന്നും കൂടി പാടിക്കാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത് ഇടും കേട്ടോ. ബേബി ചേച്ചിനെ കൊണ്ട് തന്നെ പാടിച്ചിട്ട് ചാനലിലിടും. അപ്പൊ ഇനി നാളെ പോവല്ലേ, ഇനിയിപ്പോ അടുത്ത വരവില് ഞങ്ങള് ചേച്ചീന്റെ ഒരു ഇതൊന്നുമല്ല, ഒരുപാട് പാട്ടുണ്ട് കേട്ടോ. എന്നാ ശരി, എന്തായാലും പറയണ്ട. നാളെ പറഞ്ഞാണ്. എന്നാ കട്ട് ചെയ്യാട്ടാ. ഓക്കെ, രായ കൊടുത്താ, രായ കൊടുക്ക്.